യെസ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു വെബ്സൈറ്റ് എങ്ങനെ പബ്ലിഷ് ചെയ്യാന്നുള്ളതാണ്. ഫ്രീ ആയിട്ട് പബ്ലിഷ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ സാധാരണ പബ്ലിഷ് ചെയ്യാൻ ക്യാഷൊക്കെ വേണം. അപ്പോൾ നമ്മൾ നോക്കുന്നത് ഫ്രീ ആയിട്ടാണ്. അപ്പോൾ ബിഗിനേഴ്സിന് വേണ്ടി പറയുകയാണ്, നമ്മൾ വെബ്സൈറ്റ് ഉണ്ടാക്കിയാൽ അത് പബ്ലിഷ് ചെയ്യലാവില്ല. അതായത് ഗൂഗിളിലോ ക്രോമിലോ സെർച്ച് ചെയ്താൽ നമ്മളെ വെബ് കിട്ടില്ല. പക്ഷേ അത് കിട്ടുന്ന കോലത്തിലാക്കുന്നതിനാണ് പബ്ലിഷ് ചെയ്യാന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെ നമുക്ക് ചെയ്യാൻ നോക്കാം. ആദ്യം ഞാൻ ഉണ്ടാക്കിയ വെബ്സൈറ്റ് ഒന്ന് എൻ്റെ ഫോണിലേക്ക് അതൊരു ഫയലായി ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മളെ വെബിൻ്റെ പേര് index.html തന്നെ ആകണം. ഇൻഡെക്സിൻ്റെ ശേഷം ഒരു സ്പേസ് വന്നാൽ പോലും ഇത് വർക്കായില്ല. റെഡി അല്ലേ? ഇനി നമുക്ക് ഈ വെബൊന്ന് എൻ്റെ ഫോണിലേക്ക് ഒരു ഫയലായി ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ ഞാൻ ഡൗൺലോഡ് ചെയ്യാണ്. ഓക്കെ, ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ പോകേണ്ടത് ക്രോമിലേക്കാണ്. ക്രോമിൽ ഗിറ്റ് ഹബ് എന്ന് സെർച്ച് ചെയ്യണം. ഇപ്പോൾ ഈ ഫസ്റ്റ് വരുന്ന വെബ്സൈറ്റാണ് ഗിറ്റ് ഹബ്. അപ്പം ഞാൻ ആദ്യം പറയാൻ പോകുന്നത് ഇതിൽ ഗിറ്റ് ഹബിൽ ഒരു നമ്മളിപ്പോൾ ക്രോമിലൊക്കെ ടാബ് എന്നൊക്കെ പറയില്ലേ, നമ്മൾ ഒരേ അക്കൗണ്ട് ആയിരിക്കും, പക്ഷേ കുറേ ടാബുകൾ ഇങ്ങനെ ഉണ്ടാകും. അത്തരത്തിലുള്ള ഒരു ടാബ് പോലെ ഉള്ള ഒരു സംഭവമാണ് റെപ്പോസിറ്ററി എന്ന് പറയുന്നത്. ഗിറ്റ് ഹബിൽ ടാബ് പോലുള്ളൊരു സംഭവമാണ് റെപ്പോസിറ്ററി. അപ്പോൾ നമുക്ക് ഇതിലൊരു റെപ്പോസിറ്ററി ഉണ്ടാക്കണം. ഇപ്പോൾ എനിക്ക് കറൻ്റ്ലി ഉള്ള 2 റെപ്പോസിറ്ററികളാണ് ഈ സൈഡിൽ കാണുന്നത്. നമുക്കൊരു പുതിയ റെപ്പോസിറ്ററി ഉണ്ടാക്കണം. അപ്പോൾ ഇവിടെ കാണുന്ന ഈ ഒരു പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് റെപ്പോസിറ്ററി ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. പിന്നെ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ പോയിട്ട് ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്നുള്ളത് എനബിൾ ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങനെ ആക്കണം. ഞാൻ എനബിൾ ചെയ്യാത്ത അവസ്ഥയിലൊന്ന് കാണിച്ചു തരാം. ഇങ്ങനെയായിരിക്കും ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്നുള്ളത് ആക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ ഡെസ്ക്ടോപ്പ് സൈറ്റ് എനബിൾ ചെയ്ത് വെക്കണം. അപ്പോഴാണ് കുറേ ബട്ടൺസൊക്കെ നമുക്ക് ചില ബട്ടൺസൊന്നും കാണില്ല. അപ്പോൾ ബട്ടൺസൊക്കെ ഫുള്ളായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യണം. എന്നിട്ട് അതിന് ശേഷം റെപ്പോസിറ്ററി നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ ന്യൂ റെപ്പോസിറ്ററി എന്ന് കാണാം. ഓക്കെ, ന്യൂ റെപ്പോസിറ്ററി ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ ഇതിൽ ഓൾറെഡി ലോഗിൻ ചെയ്തുകൊണ്ടാണ് ലോഗിൻ സെക്ഷനൊന്നും വരാതിരുന്നത്. നിങ്ങൾക്ക് അക്കൗണ്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ സൈനപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ വരുന്ന നിങ്ങൾ അക്കൗണ്ട് സൈനപ്പ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പേരാണ് ഇവിടെ ഉള്ളത്. ഇപ്പം എൻ്റെ അക്കൗണ്ട് ആയതുകൊണ്ടാണ് ദിൽഷാദ് ഹബ് സെൽ എന്ന് വരുന്നത്. അത് നിങ്ങൾക്ക് റെപ്പോസിറ്ററി ആയിട്ട് അത് യാതൊരു ബന്ധവും ഉണ്ടാവില്ല. പക്ഷേ അക്കൗണ്ട് ഉണ്ടാക്കുമ്പോൾ തന്നെ വരുന്ന കാര്യമാണിത്. ഇനി നിങ്ങൾ ആ അക്കൗണ്ടിൽ എത്ര റെപ്പോസിറ്ററി ഉണ്ടാക്കിയാലും ഈ ഒരു സംഭവം അത് തന്നെയായിരിക്കും. ഇനി റെപ്പോസിറ്ററി നെയിം കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഡെമോ എന്ന് കൊടുക്കുകയാണ്. ഡെമോ. ഓക്കെ, ഇനി ഡിസ്ക്രിപ്ഷൻ വേണമെന്നില്ല, എന്നാലും ഞാൻ ജസ്റ്റ് ഇവിടെ ഡെമോ എന്ന് നൽകുന്നു. പിന്നെ ഇവിടെ പബ്ലിക് ആണെന്ന് തന്നെ ഉറപ്പ് വരുത്തുക. ബാക്കിയുള്ളൊക്കെ ഒന്നുമില്ല. എന്നിട്ട് ക്രിയേറ്റ് റെപ്പോസിറ്ററി എന്ന് അമർത്തി കഴിഞ്ഞാൽ നമ്മൾ റെപ്പോസിറ്ററി റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ആ റെപ്പോസിറ്ററിയിലാണുള്ളത്. അതായത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ക്രോമിലൊക്കെ ടാബ് എന്ന് പറയും പോലെ ഒരു സംഭവമാണ് റെപ്പോസിറ്ററി എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഞാൻ ആ റെപ്പോസിറ്ററിയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ലിങ്ക് പോലെ കാണാം, അപ്ലോഡ് എക്സിസ്റ്റിംഗ് ഫയൽ. അപ്പോൾ നമ്മൾ ഇനി പബ്ലിഷ് ചെയ്യാനുള്ള കാര്യങ്ങളിലേക്ക് എടുക്കുകയാണ്. ആ ഫയൽ നമ്മൾ ഇതിലേക്ക് ഇൻപുട്ട് ചെയ്യണം ആദ്യം. അതിനായി അപ്ലോഡ് ആൻ എക്സിസ്റ്റിംഗ് ഫയലിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനൊരു പേജിലേക്കായിരിക്കും നമ്മൾ വരുന്നത്. അപ്പോൾ ഇത് സിസ്റ്റത്തിലേക്കാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ഓപ്ഷൻ ഇതിലുണ്ട്. അതല്ല, നമ്മൾ സിസ്റ്റത്തിലായാലും ഇത് ചെയ്യാൻ കഴിയും. ഈ ചൂസ് യുവർ ഫയൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നേരെ ഫയൽസിലേക്ക് പോകാം. ഡൗൺലോഡ്സിൽ നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത ആ ഒരു ഫയൽ ഇവിടെ ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, കമ്മിറ്റ് ചേഞ്ച് എന്നുള്ള ആ ഒരു ബട്ടൺ അമർത്താം. ഓക്കെ, നമ്മുടെ ആ ഒരു ഫയൽ ഇതിൽ അപ്ലോഡ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ അതിനെ പബ്ലിഷ് ചെയ്യാനുള്ള കാര്യങ്ങളിലേക്ക് കിടക്കുകയാണ്.
അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് മുകളിൽ കാണുന്ന സെറ്റിങ്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ വേറൊരു പേജിലേക്ക് വരുന്നതായിരിക്കും. ഇനി ഈ സൈഡിൽ കാണുന്ന പേജസിൽ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇങ്ങനൊരു പേജിലേക്ക് വരുന്നതായിരിക്കും. ഇനി നമ്മൾ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ നൺ എന്നുള്ളിടത്ത് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് മെയിൻ എന്നാക്കാം. ഓക്കെ, ഇവിടെ റൂട്ട് ഓട്ടോമാറ്റിക്കലി വരിക, അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മാറ്റി നൽകണം. ഓക്കെ, റൂട്ടാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ റൂട്ട് സ്വാഭാവികമായിട്ടും ഇങ്ങനെ തന്നെയാണ് വരിക. മേ ബി നിങ്ങളത് മാറ്റമുണ്ടെങ്കിൽ നിങ്ങൾ മാറ്റണം. എന്നിട്ട് സേവ് എന്നുള്ള ബട്ടൺ ഞെക്കിയാൽ നമ്മുടെ വെബ്സൈറ്റ് പബ്ലിഷ് ചെയ്യാനുള്ള പണിയിലേക്ക് കിടക്കും. ഇപ്പം ഇവിടെ ലിങ്ക് മുകളിൽ എഴുതി കാണിക്കുന്നതാണ്, പക്ഷേ നമ്മൾ ഒറ്റയടിക്കാട് വരുന്നില്ല. അപ്പോൾ നമ്മളൊന്ന് ചെയ്യേണ്ടത് ഒന്ന് ജസ്റ്റ് നമ്മളെ ഒരു പ്രൊജക്ട്സിലേക്കൊക്കെ ഒന്ന് പോയി നമ്മളൊന്ന് തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരണം. അപ്പോൾ പ്രൊജക്ട്സിലേക്കൊന്ന് പോയി നമ്മൾ സെറ്റിങ്സിലേക്ക് വന്നാൽ, സെറ്റിങ്സിൽ വന്നിട്ട് പേജസിൽ പോയാൽ നമ്മുടെ ലിങ്ക് ഇവിടെ വരുന്നതായിരിക്കും. വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ലിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ആ ഒരു ലിങ്ക്. അപ്പോൾ ഇത് നമ്മൾ നേരെ വിസിറ്റ് സൈറ്റിലോ അല്ലെങ്കിൽ ഈ ലിങ്കിലോ കയറി ഇപ്പോൾ ചെക്ക് ചെയ്താൽ ഒന്നും കാണില്ല. ജസ്റ്റ് അവിടെ ഒന്നും വരില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ലിങ്ക് ഒന്ന് കോപ്പി ചെയ്ത് വെക്കാം. എന്നിട്ട് നമ്മൾ 1-2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ആക്കേണ്ടതുണ്ട്. ഓക്കെ, ഇപ്പോൾ തികച്ചും 1 മിനിറ്റൊന്നും ആയിട്ടില്ല, ഒരു 30 സെക്കൻഡ് ആയിട്ടേ ഉള്ളൂ. ഇനി നമുക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ക്രോം എടുക്കാൻ, എന്നിട്ട് നമ്മൾ നേരത്തെ കോപ്പി ചെയ്തിരുന്ന ആ ഒരു ലിങ്ക് നമുക്കിവിടെ പേസ്റ്റ് ചെയ്യാം. അതേ ലിങ്ക് തന്നെയാണ്. നമ്മൾ പേസ്റ്റ് ചെയ്താൽ നമ്മുടെ വെബ്സൈറ്റ് ഇവിടെ പബ്ലിഷ് ആയത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഓക്കെ, ഇതായിരുന്നു നമ്മൾ ഉണ്ടാക്കിയിരുന്ന വെബ്സൈറ്റ്. നമുക്കിപ്പോൾ ഇത് പബ്ലിഷ്ഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. നമ്മളെ വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്ത് ട്യൂട്ടോറിയലാണ് വേണ്ടത് എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുക.